കടമായി വാങ്ങിയ പണം യുവാവ് തിരികെ നൽകിയില്ലെന്നാരോപിച്ച് യുവാവിന്റെ അച്ഛനെ ആക്രമിച്ചു. പെൺസുഹൃത്തിന്റെ മറ്റൊരാൺ സുഹൃത്ത് ഉൾപ്പെട്ട 10 സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ആക്രമണശേഷം രക്ഷപ്പെട്ട പ്രതികളിൽ 6 പേർ പോലീസ് പിടിയിലായി. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 4:30-യോടെയായിരുന്നു ആക്രമണം. പെൺസുഹൃത്തിൽ നിന്ന് യുവാവ് കടമായി വാങ്ങിയ പണം തിരികെ നൽകിയില്ല എന്നാരോപിച്ചാണ് യുവാവിന്റെ പിതാവിനെ മർദ്ദിച്ചത്. പണം നൽകാതിരുന്നതിനാൽ പെൺസുഹൃത്തിന്റെ മറ്റൊരു ആൺസുഹൃത്ത് ഉൾപ്പെട്ട 10 സംഘം യുവാവിനെ തിരക്കി വീട്ടിലെത്തുകയായിരുന്നു. കാണാത്തതിനെ തുടർന്ന് പിതാവ് കോട്ടുകാൽ വട്ടവിള സ്വദേശി ബിനുവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ബിനുവിന്റെ മകനായ അഭിനവ് പെൺസുഹൃത്തിൽ നിന്ന് 65,000 രൂപ കടമായി വാങ്ങിയിരുന്നു. ഇത് സമയബന്ധിതമായി തിരികെ നൽകാനായില്ല. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളിൽ 6 പേരെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തു. ശേഷിക്കുന്ന പ്രതികൾക്കായി വിഴിഞ്ഞം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കരിങ്കല്ലും തടിയും കമ്പിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ബിനുവിന്റെ തലയ്ക്ക് സാരമായ പരിക്കേറ്റു. 18 വയസ്സുകാരായ കൊല്ലയിൽ മഞ്ചവിളാകം സ്വദേശി സ്റ്റാലിൻ, പരശുവയ്ക്കൽ നെടിയംകോട് ജോഫി ഭവനിൽ അഫിൻ, കുന്നത്തുകാൽ എള്ളുവിള സ്വദേശി സനോജ്, തമിഴ്നാട് കരുമാനൂർ അമ്പലച്ചിറ പുത്തൻവീട്ടിൽ ശ്രീഹരി, മാറനെല്ലൂർ പെരുമ്പഴുതൂർ പത്മവിലാസത്തിൽ ഭരത് ശങ്കർ, 20 വയസ്സുകാരനായ കാരക്കോണം വണ്ടിത്തടം പ്ലാങ്ങല ജിനോ ഭവനിൽ ജിനോ എന്ന രജുകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. SHO സുനിൽ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.